ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പ് റവയും 1/2 കപ്പ് കടലമാവുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കറികളൊന്നുമില്ലാതെ വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കൂടി ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യ സെയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഓഫറുകളുണ്ട്, സാധനങ്ങൾക്കൊക്കെ ഒരുപാട് ഓഫറുണ്ട്. അപ്പം നമുക്കതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്നത് ഹുഡിയാണ്. അത് ഈ സ്ക്രീൻഷോട്ടിൽ കാണിക്കുന്ന അത്ര കളറില്ല കേട്ടോ. ആ ഒരു കളറാണ് എടുക്കുന്നത്, പക്ഷേ അത്രയും കളറില്ല. മീഡിയമാണ് സൈസ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 599 കേട്ടോ. ആ വിലയ്ക്ക് പറ്റിയ അത്രയും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഒരു അടിപൊളി ഹുഡിയാണ്. അപ്പോൾ നമുക്കിത് ബൈക്കിലൊക്കെ പോകുന്ന സമയത്ത് ഇടാം, അതുപോലെ തന്നെ തണുപ്പിന് ഒക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഹുഡിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. നല്ല കളറിന് മാത്രം ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്, എന്നാൽ നമ്മൾ വിചാരിച്ച അതേ സാധനം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു ഹുഡി തന്നെയാണ്. ബ്ലാക്കാണ് അത് കാണിക്കുന്നത്. പിന്നെ അതേ എന്താ പറയുക, നേരത്തെ കാണിച്ച പോലെ തന്നെയാണ്. 699 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഇത് മീഡിയം സൈസാണ്. വിലയൊക്കെ ഞാൻ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ല കംഫർട്ടായിട്ടുള്ള നല്ലൊരു അടിപൊളി ഹുഡിയാണ്. നമുക്ക് ഈ ഹുഡിയൊന്നും പുറത്ത് ഇതേ വിലയ്ക്കൊന്നും നമുക്ക് കിട്ടൂല. അപ്പോൾ ഇതിൻ്റെ കയ്യിലും കൈയുടെ അറ്റത്തൊക്കെ ഇതേപോലെ ഇലാസ്റ്റിക് ഉണ്ട്. നല്ല കംഫർട്ടായിട്ടുള്ള നല്ലൊരു അടിപൊളി ഹുഡിയാണ് കേട്ടോ. ഇത് ഇതിൻ്റെ ഇത് കണ്ടോ, മുന്നിൽ ഇതേപോലെ പോക്കറ്റ് ഉണ്ട്. തണുപ്പിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു ഇതാണ്. അതുപോലെ തന്നെ ബൈക്കിലൊക്കെ പോകുന്നവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. ഇത് നമ്മൾ പറഞ്ഞ അതേ സാധനം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ കളറ് ബ്ലാക്ക് അതേ കളർ. ഈ ഫോട്ടോയിൽ കാണുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്, പക്ഷെ എന്നാലും നല്ല ബ്ലാക്ക് കളർ തന്നെയാണ്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഷൂ ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ ക്വാളിറ്റി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. എനിക്കിത് ഫോട്ടോയിൽ കണ്ടപ്പോൾ നല്ല പറ്റി, പക്ഷേ ഫോട്ടോയിൽ കണ്ട പോലെ തന്നെയാണ്. ഇതിൻ്റെ റേറ്റ് 288 വരുന്നത്. അതുപോലെ തന്നെ ഇത് 8 സൈസ് വരുന്നത്. ഇത് വഴുക്കൊന്നുമില്ല കേട്ടോ. നല്ല ഗ്രിപ്പൊക്കെ ഉള്ളൊരു ഷൂ ആണ്. പക്ഷേ ഇത് വെൽവെറ്റ് ആണ് വന്നിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ ഇത് ക്വാളിറ്റി വൈസ് പറയാൻ അത്രയ്ക്ക് നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വെള്ളത്തിലൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ഇതാണ്. എന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു പാർട്ടിക്കൊക്കെ ഇട്ട് പോകാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ അടുത്തത് വാങ്ങിയിട്ടുള്ളത് ഇതേപോലെ ബാഗാണ്. ഇത് ഓഫീസിൽ പോകുന്നവർക്ക്, സ്കൂൾക്ക് പോകുന്നവർക്ക്, സ്കൂളിലല്ല കോളേജിലൊക്കെ പോകുന്നവർക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയതാണ്. അതുപോലെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 472 വരുന്നത്. പിന്നെ നല്ല കണ്ടോ, ഒരുപാട് അറകളൊക്കെ ഉണ്ട്. നമുക്ക് നോട്ട്ബുക്ക്, ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വെക്കാൻ പറ്റുന്ന, ഇത് കോളേജിലേക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബാഗാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു അറ കൂടി ഉണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് പേഴ്സ് അതുപോലെ തന്നെ ഫോണൊക്കെ വെക്കാൻ പറ്റും. ഇപ്പോൾ ബൈക്കിലൊക്കെ പോകുമ്പോഴും നല്ല കംഫർട്ടായിട്ടുള്ള ഒരു അടിപൊളി ബാഗാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ബാക്കിലും ഉണ്ട് ഇതേപോലെ അറ. ഇവിടെയും നമുക്ക് വേണമെങ്കിൽ ഫോണോ പേഴ്സോ അതുപോലെ തന്നെ എന്തെങ്കിലും പേപ്പറുകളോ കാർഡുകളോ ഒക്കെ ഇടാൻ പറ്റും. ഇതിൻ്റെ വള്ളി വന്നിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും വലുതാക്കുകയും ചെറുതാക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് അത്രയും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് കാണാൻ, ഇതിൽ കാണുന്നതിലേറെ ഭംഗിയുണ്ട് ഇത് നമുക്ക് നേരിട്ട് ഇത് കാണുമ്പോൾ. ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യ സെയിലായതുകൊണ്ട് തന്നെ ഒരുപാട് വില കുറവുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഇതേ സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പോയി ലിങ്കിലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, ഒന്ന് പോയിട്ട് പർച്ചേസ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ലിങ്കിൽ തൊട്ടിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരുപാട് ഓഫറും കിട്ടും. പിന്നെ ഉള്ളത് ഈ ബാഗാണ്. ഈ ബാഗ് ഇത് ലേഡീസിൻ്റെ ബാഗാണ്. ഇതിന് 399 രൂപയാണ് വില വരുന്നത്. നല്ല സിബൊക്കെ നല്ല സ്മൂത്തായിട്ട് ഇടാൻ പറ്റുന്ന സിബാണ്. പിന്നെ ഇതേപോലെ മുന്നിൽ ഒരു അറയുണ്ട്. ഇതിൻ്റെ ആ നടുക്ക് ഇതേപോലെ ഒരു സിബില്ല കേട്ടോ. സാധാരണ ബാഗിനുള്ള പോലെ സിബില്ല. ഇതിൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ സിബ്. ബാക്ക് ഓപ്പൺ ചെയ്തിട്ട് വേണം സാധനങ്ങളൊക്കെ വെക്കാൻ. ഇതിൽ ഒരുപാട് സാധനങ്ങളൊന്നും കൊള്ളൂല കേട്ടോ. അപ്പോൾ അത്യാവശ്യമായിട്ട് ഒരു യാത്രയൊക്കെ പോകുന്ന സമയത്ത്, അതേപോലെ തന്നെ അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ച് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബാഗാണ്. നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റി വൈസാണ് കേട്ടോ. അപ്പോൾ ഉണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ അറകളൊക്കെ ഉണ്ട്. ഫോണും പേഴ്സും അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. ഇതിലേക്ക് പെട്ടെന്ന് വല്ല ബസ്സിലൊക്കെ പോകുമ്പോൾ ചില്ലറകൾ പൈസകളൊക്കെ ഇടാനും കുപ്പിയൊക്കെ വെക്കാനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ബാഗാണ് കേട്ടോ. ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ലവ് ഒക്കെ ഒന്ന് കൊടുത്തിട്ട് ഒരു വെറൈറ്റിയൊക്കെ ആക്കിയിട്ടുണ്ട്.
അപ്പോൾ ഇതിന് ബാക്കിൽ 2 വള്ളിയും മുന്നിലിങ്ങനെ ഒരു വള്ളിയുമായിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കൊണ്ടു കേട്ടോ. എന്തായാലും നല്ല ഓഫറുകളുണ്ട്. ഗ്രേറ്റ് ഇന്ത്യ സെയിലായതുകൊണ്ട് തന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് പർച്ചേസ് ചെയ്യണം കേട്ടോ. നല്ല ഓഫറുണ്ട്. അപ്പം ഇനി നമ്മൾ റെസിപ്പിയിലേക്ക് പോകാം. അതിലേക്ക് ഞാൻ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള റവയും ഇട്ട് കൊടുത്തു. പിന്നെ കടലമാവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കടലമാവ് എടുത്ത് അതേ കപ്പിൽ 1/2 കപ്പ് തൈര് കൂടെ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് റവ വറുത്തതോ വറുക്കാത്തതോ ആയ റവ ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ കടലമാവിന് പകരം ഗോതമ്പ് പൊടിയാണെങ്കിൽ അത് അങ്ങനെയും ഉപയോഗിക്കാം. കടലമാവുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അതാണ് ഞാൻ കടലമാവ് തന്നെ കാണിച്ചത്. കടലമാവ് ഞാനിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോഴേ നമ്മുടെ റവയൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഒന്നും കൂടി ഒന്ന് ടൈറ്റായിട്ട് വരും. അപ്പോൾ അതേ മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടോ, റവയൊക്കെ ഒന്ന് കുതിർന്നിട്ട് ഒന്ന് ടൈറ്റായി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ. അതുകൂടെ ചേർത്ത് കൊടുക്കാം. എരിവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില കയ്യിലില്ലെങ്കിൽ ഇതിന് പകരം കറിവേപ്പിലയും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ്, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്. മഞ്ഞളിൻ്റെ ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു 2 വറ്റൽമുളക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്രഷ് ചെയ്ത വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ വറ്റൽമുളക് ഒഴിവാക്കുകയും ചെയ്യാം. പിന്നെ ഞാനൊരു ചെറിയ ഉരുളൻകിഴങ്ങ് എടുത്തിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്കിതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റിയായ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കാൻ മറക്കരുത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഇനി വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവും. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ അപ്പസോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോഡാപ്പൊടി ഒരു 1/2 ടീസ്പൂണിൽ ഒരല്പം കുറച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടെ ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് സോഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്പസോഡ ചേർത്ത് കൊടുക്കണം. ചേർത്തിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ നമ്മൾ എടുത്തു വെച്ചിരുന്ന 1 കപ്പ് വെള്ളം ഫുള്ളായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ 1 കപ്പ് വെള്ളവും 250 ml കപ്പിൽ 1 കപ്പ് വെള്ളവും 1/2 കപ്പ് റവയുമാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിലേക്ക് നമ്മളിത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്ന റവയുടെ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. അതനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് നേരെ ചുട്ടെടുക്കാം. അതിനായിട്ട് ഇതേപോലെ ഒരു അപ്പച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. ഇതിൽ ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കണം. ഒരു പിഞ്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്രയാണ് വേണ്ടത് അതനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യ സെയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഓഫറുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ തൊട്ടിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ 70% ഓഫർ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക.
അപ്പോൾ അതെ ഒരു ഭാഗം ആയ സമയത്ത് ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെ 2 ഭാഗവും ആയിട്ടുണ്ട്. മറിച്ചിട്ടതിന് ശേഷം അടച്ചു വയ്ക്കണമെന്നില്ല. അപ്പോൾ അതെ ഇത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഈ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്.